ഹായ്. അപ്പോൾ ചാമ്പക്കൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ചാമ്പക്ക ഞാനും ഇതൊക്കെ അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊളിച്ചെടുക്കണം, അതിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റണം. അതുപോലെ തന്നെ ചില ചാമ്പക്കൻ്റെ ഉള്ളിൽ കാണാം ഒരു സൈസ് ഒരു കറുത്ത കളറും അതുപോലെ പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചാമ്പക്കൻ്റെയും ഉള്ളൊക്കെ നല്ലതാണോ, പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ കറുത്ത കളറൊക്കെ മാറ്റിയെടുത്ത് നല്ല ചാമ്പക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചെടുത്തു. അതിലോട്ട് കുറച്ച് ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ആ ചാമ്പക്ക ഉണ്ടല്ലോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് വേവട്ടെ. അപ്പോൾ ഒന്നങ്ങോട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതൊക്കെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. കടുക്, ഉലുവ വറുത്ത് പൊടിച്ചതാട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സുറുക്ക കേട്ടോ പറന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക, കാരണം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ പുളിപ്പൊക്കെ ഒന്ന് എത്തട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ചാമ്പക്കച്ചാറ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസത്തിന് ഈ ഒരു ചാമ്പക്കച്ചാറ് കൂട്ടിയിട്ട് തന്നെ ചോറ് തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടില്ലേ ചാമ്പക്കച്ചാറ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചാമ്പക്ക കിട്ടിയ ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കേട് കൂടാതെ തന്നെ നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.